ഇതെൻ്റെ കമ്പനിയുടെ DPIIT സർട്ടിഫിക്കറ്റാണ്. ഇത് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റും. ഒരു കമ്പനി തുടങ്ങുമ്പോൾ നമുക്ക് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റും വേണം, അതുപോലെ തന്നെ DPIIT സർട്ടിഫിക്കറ്റും വേണം. നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ പ്രത്യേകിച്ചും. ഞാൻ എങ്ങനെയാണ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത്, ഞാൻ എങ്ങനെയാണ് DPIIT സർട്ടിഫിക്കറ്റ് എടുത്തത് എന്നുള്ളത് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് വേണോ, അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പായിട്ടോ, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പായിട്ടോ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആവുന്ന സമയത്ത് നമുക്ക് DPIIT സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. ഞാൻ LLP ആയിട്ട്, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പായിട്ടാണ് എൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഫണ്ട് റേസ് ചെയ്യണം, അങ്ങനെ ഒരു രീതിയിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫണ്ട് റേസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്ന പലരും പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള അങ്ങനെയാണ് കമ്പനി രജിസ്റ്റർ ചെയ്യാറുള്ളത്. കാരണം മോസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനെയാണ്. ഞാൻ കറൻ്റ്ലി ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത് ഇൻ ഫ്യൂച്ചർ ഞാനത് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. കമ്പനി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എനിക്ക് 10,000 രൂപയിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ. കാരണം ഞാൻ ട്രാൻസ്ഫർ പേ റൈസ് വഴിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ബാക്കി വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം, കാരണം അല്ലെങ്കിൽ ഇത് ലെങ്ത്ത് വളരെ കൂടിപ്പോകും.